ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ചിക്കൻ റോൾക്കും പിന്നെ അതേപോലെ സമൂസത്തുകളുടെ ഷീറ്റ് ഞങ്ങൾ ആക്കറേ ഞങ്ങൾ നോക്കാം. അപ്പോൾ സമൂസത്തെ ഷീറ്റർ വീഡിയോ ഞാൻ മുന്നോൾ വീഡിയോ ഇട്ടാണ്. അപ്പോൾ ഇത് ഞങ്ങൾ തെല്ല് ഡിഫറെൻ്റ് ആയിട്ട് ആക്കറേ. നിങ്ങൾ ഇനിയിപ്പോൾ സമൂസത്ത് കഴിയുമ്പോൾ അതേപോലെ ചിക്കൻ റോളുകളുടെ ഷീറ്റ് ആക്കറിங்க. ഇനി നിങ്ങൾ ആക്കുമ്പോൾ ഇതുപോലെ നിങ്ങൾ ആക്കി നോക്കറോ. ഇത് ഞങ്ങൾ തെല്ലും അണ്ടി പിടിക്കിற ഇങ്ങനെ പത്തി പിടിക്കിற അങ്ങനത്തെ പ്രോബ്ലമേ പണ്ടില്ല. ഇത് തെല്ലും അണ്ടി പിടിക്കില്ല. ഞങ്ങൾ ഈസി ആയിട്ട് ഇത് ഇലക്കി പണ്ട് ഞങ്ങൾ ഇപ്പോൾ എത്ര വെച്ച് പരത്തി എടുത്തെങ്കും ഞങ്ങൾ ഇത് അണ്ടി പിടിക്കില്ല. ഈസി ആയിട്ട് ഞങ്ങൾ ഇത് ഇലക്കി പണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ടൈം ആക്കറെങ്കും ഫ്ലോപ്പ് ആവില്ല, നല്ല കറക്റ്റായിട്ട് ആക്കിയെടുക്കുക. അപ്പോൾ ഈ വീഡിയോ തില്ല് ಲೇಟ್ ಆಯಿತು. കുറേ നാൾ മുന്നോൾ ನಾನು വീഡിയോ ಅಪ್ಲೋಡ್ ಹಾಕೊಂಡು ಬರ್ಸಿದ್ದೀನಿ, ಅದಕ್ಕೆ ಇಲ್ಲ ತಿಲ್ಲು ಲೇಟ್ ಆಯಿತು. അപ്പോൾ ഞങ്ങൾ ഇത് എങ്ങനെ ആക്കറേ ഞങ്ങൾ നോക്കാം. വീഡിയോ സ്കിപ്പ് ആക്കാൻ നോക്കൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കും ഷെയർ ആക്കും മറക്കണ്ട. അപ്പോൾ ഞാൻ ಇದಕ್ಕೆ വേണ്ടിയിട്ട് 2 കപ്പ് മൈദ എടുത്തേ. നിങ്ങൾ ഇപ്പോൾ ഇത് ചിക്കൻ റോളെല്ലാം ആക്കിയിട്ട് സ്റ്റോർ ആക്കി ಬೇಕರೆಂಗೆ നിങ്ങൾ മൈദ ಯಾರು എടുക്കறீங்க ಯಾರು എടുക്കുക. ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തേ. ടേസ്റ്റ് ಬೇನೆ എത്ര ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ ഏതു ആവോ നല്ലതാ. ഓയിൽ അതെല്ലാം വീത്തിട്ട് ഫസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തോളൂ. അതിൽ പിന്നെ ഞാനിവിടെ 3/4 കപ്പ് തണ്ണി എടുത്തേ. അപ്പോൾ തണ്ണി ഞാൻ എത്ര ಬೇನು ചൊല്ലുന്നതാണ്. തന്നെ ഇത് ഒരുക്കമേ തണ്ട തെല്ല് ബീത്തിട്ട് നല്ല കുഴച്ചെടുക്കണം. ചുമ ഗട്ടി അവിടെ വേണ്ട ബിട്ട് അതേപോലെ ലൂസ് ആവുന്നത് വേണ്ട. ഞാൻ തണ്ണിയുടെ അളവ് ഞാൻ ചൊല്ലുന്നത് എത്ര പേനായിട്ടുണ്ട്. അപ്പോൾ ചന്ത ഞങ്ങൾ കുഴച്ചെടുക്കണം. എത്ര നല്ല കുഴച്ചെടുക്കുക അത്ര നല്ലതായിട്ട് കിട്ടണം. ഞങ്ങൾ ഷീറ്റ് കിച്ചൺ ടോപ്പിൽ അതില്ലെങ്കിൽ ഇത് ചപ്പാത്തിയുടെ മണലെല്ലാം ഇട്ടിട്ട് നല്ല കുഴച്ചെടുക്കണം. അപ്പോൾ അതായത് ഇതുപോലെ കുഴച്ചെടുത്തേ. ഇതിക്ക് ഇപ്പോൾ എനിക്ക് 3/4 കപ്പ് തണ്ണി എല്ലാം പേനായിട്ട് 2 കപ്പ് മൈദത്തുക്ക് 3/4 കപ്പ് തണ്ണി പേനായിട്ട് അതേ കപ്പിലെടുത്തെങ്കിട്ട് ഞങ്ങൾ തന്നെ ഇതുപോലെ നല്ല കുഴച്ചെടുത്തേ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് മൂടി വയ്ക്കാം. മൂടി അത് ഓപ്പണിലേ ಬೇಕೋತೀರ. ഒരു അര ಗಂಟೆ ರೆಸ್ಟ್ಗೆ ಬೇಕಾ. ಆ ಟೈಮಲ್ಲಿ ನಂಗೆ ಇದಕ್ಕೆ ಬೇನೆ ಮಸಾಲ ಒಂದು ರೆಡಿ ಹಾಕ. ಅವ್ರ ಮಸಾಲ ಆಯಿತು ಬಂಡಲ್ಲ ಟೈಮ್. അപ്പോൾ ഇത് ഒരു പാൻ വെച്ച് കൊടുത്തേ. ಅದಕ್ಕೆ ഞങ്ങൾക്ക് എല്ലാം ഓയിൽ വീത്തിട്ട് ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ വലിയ സ്പൂണിൽ 1 സ്പൂൺ ഇഞ്ചും വെല്ലുള്ളി രണ്ടും കൂടി അത് ഞാനിപ്പോൾ കുത്തി എടുത്തത് ഇട്ടേ. ഞങ്ങൾക്ക് കട്ടാക്കിയിട്ടിരിങ്ങ് പൊടിയായിട്ട് കട്ടാക്കിയിട്ടിരിങ്ങ് അതോ അതല്ലെങ്കിൽ പേസ്റ്റ് ഇട്ടിരിങ്ങ് അതും ആവും. അപ്പോൾ അതൊന്ന് കായിട്ട് അതെല്ലാം കാഞ്ഞിട്ട് വരുമ്പോൾ ഞങ്ങൾ ಇದಕ್ಕೆ വലിയ സൈസുള്ള ഒരു നീരുള്ളി പിന്നെ അതിലൊട്ടിക്ക് ഒരു 5-6 പച്ചമുളക് ഇത് ഞാൻ എടുത്തത് നല്ല കാരമുള്ള പച്ചമുളക്. അപ്പോൾ നിങ്ങൾ കാരക്കുരുട്ടിൻക്കന്നെ ഇത്ര കട്ടിത്തില്ല ആരെടുക്കുക. പച്ചമുളകെല്ലാം പൊടിയായിട്ട് കട്ടാക്കി ഇങ്ങത്ത് നീരുള്ളി ഇതുപോലെ നിങ്ങൾ ഓംലേറ്റുകളെല്ലാം കട്ടാക്കറല്ലേ അതുപോലെ കട്ടാക്കി ഇങ്ങത്ത്. അപ്പോൾ നീരുള്ളി ചുമ ഫ്രൈ ആവുന്നില്ല. ഒന്ന് ബാടിയിട്ട് വരുമ്പോൾ ഞങ്ങൾ ಇದಕ್ಕೆ ഞാൻ ഒരു ബൗൾ ചിക്കൻ 200 അല്ലെങ്കിൽ ഒരു 250 ഗ്രാം ചിക്കൻ എല്ലാം ಬೇನಾവും. അത് ഞാനിവിടെ ഇത് ഉപ്പ് മഞ്ഞളുടെ പൊടി അതുപോലെ തെല്ല് നല്ല മുളക് പൊടി ഇട്ടിട്ട് ബേപ്പാട്ടി എടുത്തത്. അപ്പോൾ ഒരു ബൗളുണ്ട് ചിക്കൻ, അതായത് ഒരു 200 അതല്ലെങ്കിൽ ഒരു 250 ഗ്രാം ചിക്കൻ അത്ര എടുത്തെങ്കിട്ട് അതിട്ടിട്ട് ഒന്ന് അടിമലാക്കിയിട്ട് അതിൽ പിന്നെ ഞങ്ങൾ ಇದಕ್ಕೆ തെല്ല് ക്യാരറ്റ് അതുപോലെ ക്യാബേജ് അതെല്ലാം ഇട്ട് കൊടുക്കണം. ഒരു ക്യാരറ്റ് എടുത്തേ. പിന്നെ ക്യാബേജ് ഞങ്ങൾക്ക് ഒരു പാതി ക്യാബേജ് അത്ര ഇട്ടേ ഞാൻ. അപ്പോൾ അത് ഇട്ടിട്ട് കണ്ടല്ലേ ഇത് ക്യാരറ്റെല്ലാം കട്ടാക്കുമ്പോൾ ഇതുപോലെ സപ്പൂറ ഉദ്ദത്തിൽ കട്ടാക്കി എടുക്കുമോ. അപ്പോൾ ഇതെല്ലാം നല്ല മിക്സ് ആക്കി എടുക്കണം. ഇതും അങ്ങനെ ഓവർ കുക്ക് ആവുകയുള്ള തീരാ നല്ല തീ ഹൈ ഫ്ലെയിമിൽ വെച്ചോളൂ. ചെന്ന മിക്സ് ആക്കി എടുക്കുമോ. അതിലൊട്ടിക്ക് ഞങ്ങൾ ಇದಕ್ಕೆ 1/2 to 3/4 ടീസ്പൂൺ അത്ര നല്ല മുളക് പൊടി പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സോയ സോസ് ബീത്തോണിത്. അപ്പോൾ ഈ ഒരു മസാല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മസാല ആയിട്ടിക്കറ്. ഇത് നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ചിക്കൻ റോളെല്ലാം ആക്കിയില്ലെങ്കിൽ ഒന്ന് ആക്കി നോക്കൂ. നല്ല ടേസ്റ്റ് ആയിട്ടിക്കറ്, സൂപ്പർ ടേസ്റ്റ് ആയിട്ടിക്കറ്. അപ്പോൾ ഈ ഒരു സോസ് നിങ്ങൾ ഇപ്പോൾ ಯಾರ മസാല എല്ലാം ആക്കുറെങ്കിൽ സോസെല്ലാം നിങ്ങൾ തേಲಿ ಯಾರು ഇട്ടെങ്കിട്ട് ടേസ്റ്റ് എല്ലാം നോക്കിയിട്ട് ಬೇನೆ ಹತ್ರ ഇട്ട് കൊടുക്കുമോ. പിന്നെ ഉപ്പ് ഞങ്ങൾ സോസിൽ ഉപ്പിക്കറ് പിന്നെ ചിക്കനിಗೆ ഉപ്പ് ഇട്ടರೆ. അപ്പോൾ നോക്കിയിട്ട് ಬೇನೆ ಹತ್ರ തെല്ല് ഉപ്പ് ഇട്ട് കൊടുത്തേ. അപ്പോൾ ഇത് മസാല ഇവിടെ റെഡി ആയിട്ട് ഇതുപോലെ നല്ല ഒന്ന് തെല്ല് ബാടിയിട്ട് ಬಂದೆಂಗೆ മേയോ ചുമ ഇത് ഓവർ കുക്ക് അവിടെ അങ്ങനെ വേണ്ട. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾ തെല്ല് കൊത്തമ്പരി ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് അവിടെ ഇരിക്കും. മസാല നിങ്ങൾ റെഡി ആയിട്ട് ആ ഒരു മസാല ആയിട്ട് വരുമ്പോൾ നിങ്ങൾ ഒരു അര ಗಂಟೆ എല്ലാം ആയിരൂടെ. അപ്പോൾ ഇതപ്പോൾ ഇട്ട് നല്ല ഉപ്പസുർക്ക ഇതുപോലെ നല്ല ഒന്ന് കുഴച്ചെടുക്കുമോ. ഇനിയിപ്പോൾ നിങ്ങൾ ഇത് കട്ടാക്കിയിട്ട് ഇത് ഒരേപോലെ നിങ്ങൾ ബോൾസ് ആക്കി എടുക്കണോ. എത്ര ചൊല്ലുന്നതാണ്. അപ്പോൾ ഇതാ എല്ലാ ബോൾസും ഒരേ സൈസിലാക്കി എടുത്തേ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് മൂടി വെക്കണം. ഓപ്പണിൽ വെക്കണ്ട. ഞങ്ങൾ ഓരോ പൂരി പരത്തി എടുക്കുമ്പോൾ ബാക്കി ഞങ്ങൾ അവിടെ മൂടി വെച്ചെങ്കിട്ട് ഓപ്പണിൽ വെക്കണ്ട. പിന്നെ ഇതാ ಇದಕ್ಕೆ ഞാനിവിടെ യൂസ് ആക്കರೆ അരിയുടെ പൊടി. സാധാരണ ഞങ്ങൾ ഇത് പൂരി പരത്തിട്ട് ಅದ್ರ ಮೇಲ್ಗೆ ಮೈದಂ ಆಯಿಲ್ ಸ್ಪ್ರೆಡ್ ಹಾಕ್ರಲ್ಲೇ. അപ്പോൾ ആ ഒരു മൈദത്തെ ബദൽಗೆ ഇതുപോലെ ഞങ്ങൾ അരിയുടെ പൊടി ഇട്ട് പരത്തരാൻ അನ್ಕಂಡೆಂಗೆ തെല്ലും അണ്ടി പിടിക്കില്ല. ഇപ്പോൾ ഫസ്റ്റ് ടൈം വെച്ചാൽ ഫസ്റ്റ് ടൈം ആക്കറിങ്ങോ ഞങ്ങൾക്ക് ഈസി ആയിട്ട് ആക്കി എടുക്കാം. ഞങ്ങൾ ഇലക്കി എടുക്കുമ്പോൾ അത് ഈസി ആയിട്ട് പണ്ട് തെല്ലും പത്തി പിടിക്കില്ല അങ്ങനെ എന്തോ ആവില്ല, ചന്ത പണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഇത് ഞങ്ങൾ പൂരി ഞങ്ങൾ അരിയുടെ പൊടി ഏതും ആവും. ഇടിയപ്പത്തെ പൊടി അതല്ലെങ്കിൽ പത്തിര പൊടി ഏതോ ഞാനിവിടെ ഇടിയപ്പത്തെ പൊടി എടുത്തേ. പിന്നെ ഇതാ പൂരി ഞാനിവിടെ 4 പൂരി പരത്തി എടുത്തേ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഒരു പൂരിക്ക് ഓയിൽ തോത്തിയിട്ട് അതിൻ്റെ മേൽಗೆ അരിയുടെ പൊടി ഇട്ട് കൊടുക്കണം. മൈദ ഇട്ട ബദൽಗೆ അരിയുടെ പൊടി ഇട്ടെങ്കിട്ട് അതിൻ്റെ മേൽಗೆ ವಾಪಸ್ അതേപോലെ പൂരി വെച്ചിട്ട് ഓയിൽ തോത്തിയിട്ട് പിന്നെ ഞങ്ങൾ അരിയുടെ പൊടി ഇങ്ങനെ ഞാനിവിടെ 4 പൂരി വെച്ചിട്ട് പരത്തി എടുക്കറേ. നിങ്ങൾക്ക് 5-6 വെച്ചിട്ട് പരത്തിരെങ്കിൽ ഇതിനെ കാട്ടി 6 വെച്ച് പരത്തിരെങ്കിൽ അതാവും. അതല്ലെങ്കിൽ 2 വെച്ച് പരത്തിരെങ്കിൽ അതും ആവും. പിന്നെ ഞങ്ങൾ ഈ ഒരു പൂരി ആക്കണല്ലേ അത് അത്ര ഒരേ സൈസിലാക്കോ നോക്കണോ. ഇതുവേ എൻ്റെ ഇതാ തെല്ല് ചെറിയ വലിയെല്ലാം ആയിട്ട് അപ്പോൾ അത്ര ഞങ്ങൾ ഒരേ സൈസിൽ വെച്ചാക്കണം. ഇത് തെല്ല് അർജൻറ്റിലെല്ലാം ആക്കിയത്.
അപ്പോൾ ഒരേ സൈസിൽ ഞങ്ങൾ ആക്കി നോക്കണം. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഇതെല്ലാം 4 വെച്ചാൽ പിന്നെ ഇതുപോലെ കയ്യിലൊന്ന് ചെന്ത ഫസ്റ്റ് ഒന്ന് പ്രസ് ആക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ പരത്തിയെടുക്കുമ്പോഴത്തേലും ഇങ്ങനെ ഒരേപോലെ അവിടെ ഇല്ലെങ്കിൽ ചെറിയ വലിയ ആവുകയെല്ലാം ചാൻസ് ഇക്കറ്. അതുകൊണ്ട് ഫസ്റ്റ് ഇതുപോലെ ചന്ത പ്രസ് ആക്കി കൊടുക്കണം കയ്യിൽ. അതിൽ പിന്നെ ഞങ്ങൾ ഇത് റോൾ വെച്ചിട്ട് പരത്തിയും കഴിത്ത്. പിന്നെ റോൾ വെച്ച് പരത്തുമ്പോൾ അതേപോലെ ഞങ്ങൾ തിരിച്ച് മറിച്ചിട്ട് 2 സൈഡും പരത്തണം. ഒരേ സൈഡിൽ പരത്തി കൊണ്ട് വെച്ചെങ്കിൽ അപ്പർ സൈഡിലുള്ള പൂരി അത് ചെറുതാവിടും. അപ്പോൾ അതുകൊണ്ടിട്ട് 2 സൈഡും നല്ല പരത്തിയെടുക്കണം. ഞങ്ങൾ എത്ര തിന്നായിട്ട് വേണോ അതുപോലെ ഞങ്ങൾക്ക് ആ ഒരു അന്തജിൽ ഞങ്ങൾ പരത്തിയെടുത്തെങ്കിട്ട്. അപ്പോൾ ഇത് ചിക്കൻ റോളുകൾ അതുകൊണ്ടിട്ട് എൻ്റെ ഇത്ര ഈ ഒരു സൈസിൽ എടുത്തേ. നിങ്ങൾ ഇപ്പോൾ ഇത് സമൂസത്ത് കാക്കറിങ്ങി ഇതിനെക്കാട്ടി ഒന്നും കൂടി വലുതാക്കിയിട്ട് പരത്തിയെങ്കിട്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതാ ഇവിടെ പാൻ വെച്ചേ. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അത് കിട്ടുന്നെങ്കിൽ ഇത് ചുട്ടെടുത്തെങ്കിട്ട്. അതായത് തില്ലിങ്ങനെ ബാടിയിട്ട് വന്നെങ്കിമയോ ചുമ്മാ ഡ്രൈ ആക്കിയിട്ട് കായ്ക്കണ്ട, ഡ്രൈ ആവുക തീരാ. 2 സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്നും ഇതുപോലെ ആക്കിയിട്ട് എടുത്തെങ്കിട്ട്. തെല്ലിങ്ങനെ പൊന്തിയ പോലെ അവിടെ അല്ലേ ആ ഒരു ടൈമിൽ ഞങ്ങൾ ഇത് ഇലക്കിയിട്ട് എടുത്തെങ്കിട്ട്. അപ്പോൾ 2 സൈഡും കാച്ചിട്ട് എടുത്തിട്ട് ഇത്ര കാഞ്ഞിങ് മേയോ കണ്ടല്ലേ ഇതുപോലെ കാഞ്ഞിങ് മേയോ ഇതിനെക്കാട്ടി ചുമ്മാ ഡ്രൈ ആക്കി നിൽക്കണ്ട. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ ഇലക്കി എടുത്തെങ്കിട്ട് കണ്ടല്ലേ എത്ര ഈസി ആയിട്ട് ഞങ്ങൾ ഇത് ഇലക്കി പണ്ടിട്ട്. ഇത് ഞങ്ങൾ അരിയുടെ പൊടി ഇട്ടത് കൊണ്ട് മാത്രം ഞങ്ങൾ ഇത്ര ഈസി ആയിട്ട് കിട്ടേ. ഞങ്ങൾ സാധാരണ ഞങ്ങൾ ഇപ്പോൾ ഇത് മൈദ പിന്നെ ഓയിലെല്ലാം സ്പ്രെഡ് ആക്കി വെക്കറല്ലേ അത് ഞങ്ങൾക്ക് തെല്ലാം എങ്ങ് പത്തി പിടിക്കുക ചാൻസ് ഇക്കറ്. അതേപോലെ എടുക്കുക തെൽ കഷ്ടം അവിടെ അങ്ങനെയല്ല ഇക്കറ്. അതും ഫസ്റ്റ് ടൈം എല്ലാം ആക്കറ എങ്ങ് കഷ്ടം പോലെ അവിടെ ഇത് ഞങ്ങൾ ഈ ഒരു അരിയുടെ പൊടി ഇട്ടാക്കുന്നത് കൊണ്ടോ ഇത് വേഗം ഈസി ആയിട്ട് ഞങ്ങൾ ഇത് ഇലക്കി കിട്ടുക തെല്ലും പത്തി പിടിക്കില്ല. അപ്പോൾ ഇതുപോലെ ഞങ്ങൾക്ക് ആക്കിയെടുത്തെങ്കിൽ ഇത് കണ്ടല്ലേ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് ഇങ്ങനെ ബേക്കറല്ല മൂടി ബേക്കണം. ഞാനിവിടെ ഒരു കോട്ടൺ തുണി റെഡിയാക്കി വെച്ച പ്ലേറ്റിലിട്ടിട്ട് അതിൻ്റെ മേൽ ഇതുപോലെ തുണി ഇട്ടിട്ട് ഇത് മൂടി വയ്ക്കണം. എല്ലാം തന്നെ അത് ഡ്രൈ ആവിടും ഉണങ്ങിട്ട് ഇതുപോലെ മൂടി വയ്ക്കണം. ഇനിയിപ്പോൾ ഞങ്ങൾ ബാക്കിയും അതേപോലെ ഞങ്ങൾ ആക്കിയെടുത്തെങ്കിട്ട് കണ്ടല്ലേ എത്ര ഈസി ആയിട്ട് ഞങ്ങൾ ഇത് ഇലക്കി കിട്ടിയിട്ടുണ്ട്. ഒരു തെല്ല ഞങ്ങൾ ഇത് പത്തി പിടിക്കുക അങ്ങനെ എന്തോ ആവില്ല. ഫസ്റ്റ് ടൈം ആക്കറിങ്ങോ കറക്റ്റായിട്ട് ഞങ്ങൾ ഇതേപോലെ ആക്കിയെടുക്കുക. അപ്പോൾ ഇന്ന് നിങ്ങൾ സമൂസത്തുക അതേപോലെ റോൾ കായങ്ങോ ഇത് ഷീറ്റാക്കറിങ്ങ ഇതുപോലെ നിങ്ങൾ അരടി പൊടി ഇട്ടിട്ട് ആക്കിയെങ്കിൽ ഇത്. അപ്പോൾ ഇത് ബാക്കിയെല്ലാം ഇതുപോലെ ആക്കിയിട്ട് കാട്ടണതാണ്. അപ്പോൾ എല്ലാ ഷീറ്റും ഇതാ ഇതുപോലെ എല്ലാം ആക്കി എടുത്തേ. അപ്പോൾ ഇത്ര ഷീറ്റായിട്ട് കിട്ടിയത്. അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് ഒന്നും വേസ്റ്റ് ആവില്ല. ഞങ്ങൾ ഇപ്പോൾ ചിലതെല്ലാം ഇങ്ങനെ ആക്കി എടുക്കുമ്പോൾ ഇങ്ങനെ ഇത് അണ്ടി പിടിക്കണം ഇങ്ങനെ എടുക്കുമ്പോൾ കഷ്ടമാവും അത് കട്ടാവും കണ്ടെങ്കിൽ ആ ഷീറ്റ് ഞങ്ങൾക്ക് ഇത് വേസ്റ്റ് ആവിടും. ഇതിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും വേസ്റ്റ് ആവാണ്ട് ഞങ്ങൾക്ക് കിട്ടും. ഇതുപോലെ ഷീറ്റെല്ലാം കണ്ടല്ലേ അങ്ങനെ ഉണ്ടുണ്ട് ഇതുപോലെ. ഇതിനെക്കാട്ടി നിങ്ങൾ തിന്നായിട്ട് വേണമെങ്കിൽ അങ്ങനെ ആക്കാം. ചുമ തിന്നായിട്ട് വേണിട്ടില്ല ഞങ്ങൾ ഇപ്പോൾ സമൂസത്തുകെല്ലാം ചുമ തെളിവുപ്പാക്കിയെങ്കിൽ ഞങ്ങൾ അത്ര നല്ല അവിടും ഇല്ല ഇതുപോലെ ആക്കിയെങ്കിൽ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് റോളാക്കി എടുത്തെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഇത് നശിച്ച പോലെ യാറാക്കിയിട്ട് ഞങ്ങൾ ഇപ്പോൾ സ്റ്റോറാക്കി വെக்கிறேன்னு തന്നെ നിങ്ങൾ ഈ മൈദ ഇതെല്ലാം നിങ്ങൾ ഇതിൽ നിങ്ങൾ ഡബിളാക്കി എടുത്തെങ്കിൽ. ഇനിയിപ്പോൾ ഇതാ ചപ്പാത്തി നിങ്ങൾ ഇത് സ്ക്വയർ ഷേപ്പിൽ കട്ടാക്കി എടുக்கிறீங்க അങ്ങനെ കട്ടാക്കൊന്നിട്ടില്ല. കട്ടാക്കി സൈഡെല്ലാം വേസ്റ്റ് ആവിടും. ഇതേപോലെ നിങ്ങൾ റോളാക്കി എടുത്തെങ്കിൽ മസാല ഫില്ലിങ് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് റോളാക്കി എടുക്കണം. ആ ലാസ്റ്റ് നിങ്ങൾക്ക് എല്ലാം മൈദം തണ്ണിയൂടെ കലക്കി വെച്ചാൽ അത് നിങ്ങൾ ഇതാ ഇതുപോലെ സ്പ്രെഡ് ആക്കിയിട്ട് അവിടേക്ക് ഒന്ന് ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുക പേനായിട്ട് ഇതുപോലെ എല്ലാം ഇതുപോലെ നിങ്ങൾ റോളാക്കി എടുത്തെങ്കിൽ. നിങ്ങൾ ഇതിനെക്കാട്ടി ചെറിയ സൈസിൽ റോളാക്കണം തന്നെ അങ്ങനെ ആക്കുക. അതല്ലെങ്കിൽ ഈ ഒരു സൈസിലെ വേണം തന്നെ ഇങ്ങനെ ആക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു ഫില്ലിങ് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫില്ലിങ് ആയിട്ടിരിക്കുക. നിങ്ങൾ ചിക്കൻ റോളെല്ലാം ഇതുപോലെ ആക്കിയില്ലെങ്കിൽ ഒന്ന് ആക്കി നോക്കൂ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക. ഇനിയിപ്പോൾ വെജ് മാത്രം വേണമെന്നുണ്ടെങ്കിൽ ഇത് ചിക്കൻ സ്കിപ്പ് ആക്കിയെങ്കിൽ ഇതേ ഞങ്ങൾക്ക് വെജ് മാത്രം ആക്കിയിട്ട് അങ്ങനെ ആക്കിയെടുക്കുക. വെജ് റോളെല്ലാം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ ഞങ്ങൾ ചിക്കൻ റോളാക്കിയിട്ട് സ്റ്റോറാക്കി വയ്க்கிறீங்க അങ്ങനെ സ്റ്റോറാക്കി വയ്ക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് നെല്ലാക്കി വയ്ക്കണം. എനിക്ക് ഇപ്പോൾ ഈ കൂടെ ഒന്നും ടൈം കിട്ടിയിട്ടില്ല. ചെന്നും കൂടെ മക്കൾക്ക് എക്സാം ആയതുകൊണ്ടിട്ട് ഒന്നും ഉണക്ക് അങ്ങനെ ടൈം കിട്ടിയിട്ടില്ല. ഇങ്ങനെ ആക്കി ബേക്കറിങ്ങനല്ലേ ഞങ്ങൾ നോമ്പുകെല്ലാം ഈസി ആവും സോറല്ല. ഞങ്ങൾ ഇത് ഇങ്ങനെ ആക്കിയിട്ട് എല്ലാം റോളാക്കിയിട്ട് ഞങ്ങൾ ഇത് ഒന്നെങ്കിൽ ജിപ്ലോക്ക് കവർ അതല്ലെങ്കിൽ ടൈറ്റായിട്ട് മൂടിയുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചെങ്കിൽ ബെടക്കാവില്ലെങ്കിൽ എത്ര നാൾ വേണേലും ബേക്കുക. ഞങ്ങൾ ബേന എത്ര എടുത്തിട്ട് ഫ്രൈ ആക്കി കഴിത്താൽ അങ്ങനെ ബേക്കറിങ്ങ ഞങ്ങൾ നോമ്പിലെല്ലാം ചെന്ന പോലെ നല്ല ഈസി ആയിട്ടിരിക്കുക. నాకు ఈ కురి ಅದಕ್ಕೆ ಎಂದೂ ಟೈಮೇ ಗಿಟ್ಟಿಲ್ಲ ಅಂತ ಇನಿപ്പോൾ ನಾನು ಇದ ಫ್ರೈ ಆക്കി എടുക്കുക. നിങ്ങൾ ഇതിനെ കാട്ടി ചെറിയ റോൾ ആക്കുறீங்க ചെറുതാക്കുക. അതല്ലെങ്കിൽ ഇതേപോലെ ഈ സൈസിൽ ആക്കുறீங்க ഇങ്ങനെ ആക്കി എടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ആക്കി ഇങ്ങനെ ചുമ്മാ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വേണ്ട കൊടുത്തോളാം. പിന്നെ ഈ റോൾ നിങ്ങൾ ഇതിനെക്കാട്ടി ചെറിയ സൈസിലാക്കുறீங்க ಇದಕ್ಕೆ ഞങ്ങൾ പരത്തിയ ചപ്പാത്തി ഉണ്ടല്ലോ അതും തെല്ല് ചെറിയ സൈസിൽ പരത്തി എടുത്തെങ്കിട്ട് അത് ബോൾസ് ആക്കുമ്പോൾ ഞങ്ങൾ ചെറിയ ബോൾസ് ആക്കി എടുത്തെങ്കിട്ട് അങ്ങനെ ഞങ്ങൾ ചെറിയ റോൾ വേണമെങ്കിൽ അങ്ങനെ ആക്കി എടുത്തെങ്കിട്ട്. അപ്പോൾ ഇതെല്ലാം ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുக்கிறேன் ನಾನು. ഇതെല്ലാം ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തത്. ഇതിലിപ്പോൾ ഒരു 3-4 വെജും ആക്കി എടുത്തത് വെജ് റോളും ആക്കി എടുത്തത് കണ്ടല്ലേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത്. ഇത് കുറേ നേരം നല്ല ക്രിസ്പി ആയിട്ടേ നിൽക്കുന്നത്. പിന്നെ ചുമ്മ നേരം വെച്ചെങ്കിൽ ഇപ്പോൾ ഒരു ഗಂಟೆയിൽ മേലെല്ലാം വെച്ചെങ്കിൽ ഇത് തെല്ല് സോഫ്റ്റ് ആയിട്ട് പണ്ട് ഞങ്ങൾ ഇപ്പോൾ സമൂസ എല്ലാം ആക്കി നിൽക്കുന്നത് അതുപോലെ ആയിട്ട് പണ്ട് സാധാരണ ടൈം ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നത്. പിന്നെ എന്ന് വെച്ചാൽ പോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫില്ലിങ്ങും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ റോൾ ആയിട്ട് ഇരിക്കുന്നത്. നിങ്ങൾ ഇത് വർക്കായെങ്കിൽ ഒന്ന് ഈ ഒരു നോമ്പിൽ
നിങ്ങൾ ട്രൈ ആക്കി നോക്കൂ. പിന്നെ ഈ ഒരു സോസും കൂട്ടി തിന്നുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ಸೊ ಇದು ಒಂದಿಂಗೆ ಟೊಮೆಟೊ ಸೋಸ್ ಅದೆಲ್ಲಂಗೆ ಇದನ್ನಪ್ಪ ನಾನು ಚಿಲ್ಲಿ ಸೋಸ್ ಇಡ್ತಾರೆ ನಾ ಕುರೆ ನಾಲ್ಕು മുന്നല്ലದ್ರ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്ലോഡ് ആക്കിയത് അത് കാണാത്തങ്ങ ഉള്ളാൻകണ്ടേ അതൊന്ന് കണ്ടു നോക്കൂ. ആ ഒരു ചില്ലി സോസും പിന്നെ ഈ ഒരു ചിക്കൻ റോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ എല്ലാവരും ട്രൈ ആക്കി നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു പേരിക്കിടാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ, കമൻറ്റ് ആക്കൂ. അതേപോലെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിಗೆ എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കൂ. ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കും മറക്കണ്ട. സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിൽ മുട്ടമുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ആക്കൂ. ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.